51-ാം ദിവസം ഏപ്രിൽ 19 വൈകുന്നേരം ഈ ഞായറാഴ്ച വൈകുന്നേരം വരുന്ന വാർത്ത അനുസരിച്ച് ഇറാനും അമേരിക്കയും പരസ്പരം കുറ്റപ്പെടുത്തുകയാണ് വെടിനിർത്തൽ കരാറിൻ്റെ ലംഘനം നടത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞ്. അതിനിടയിൽ ഇനി ചർച്ചയൊന്നുമില്ല എന്നൊക്കെ ഇന്ന് രാവിലെ പോലും പറഞ്ഞു കേട്ടെങ്കിലും അമേരിക്കയിൽ നിന്ന് ഉന്നതരായ ആളുകളെയൊന്നും പാകിസ്ഥാനിലേക്ക് ചർച്ചയ്ക്ക് ഇനി അയക്കുന്നില്ല, സെക്യൂരിറ്റി ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞെങ്കിലും വൈകുന്നേരം തെളിഞ്ഞു വരുന്ന ചിത്രങ്ങളിൽ നേരത്തെ പോയതുപോലെ ഇപ്പോൾ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് JD വാൻസ്, പ്രത്യേക പ്രതിനിധി വിറ്റ്കോഫ്, ട്രംപിൻ്റെ മരുമകൻ കുഷ്നർ 3 പേരും ഇസ്ലാമാബാദിലേക്ക് പോകാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുന്നു പുതിയ ചർച്ചയ്ക്ക് വേണ്ടി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഒരു കാരണവശാലും ചർച്ചയ്ക്ക് ഞങ്ങളില്ല, അമേരിക്കയുടെ നാവിക വ്യൂഹം ഹോർമൂസിൻ്റെ പരിസരത്ത് നിന്ന് മാറ്റിയില്ലെങ്കിൽ ചർച്ചയ്ക്ക് പോകില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിന്ന ഇറാനും അല്പം മുമ്പ് ചൊവ്വാഴ്ച വെളുപ്പാങ്കാലത്തെ ഇറാന്റെ ഉന്നതതല സംഘം അബ്ബാസ് അറക്ചിയുടെയും സ്പീക്കറിൻ്റെയും നേതൃത്വത്തിൽ ഇസ്ലാമാബാദിൽ എത്തും എന്ന കാര്യവും സ്ഥിരീകരിച്ചതായി ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ തിങ്കൾ രാത്രിയും ചൊവ്വ രാവിലെയും ഒക്കെയായിട്ട് പുതിയ സമാധാന കരാർ ചർച്ചയുടെ 2ാം എഡിഷൻ ആരംഭിക്കും എന്ന് കരുതണമെന്നാണ് ഇപ്പോൾ നിരീക്ഷകർ പറയുന്നത്. ഇസ്ലാമാബാദ് അതിനുവേണ്ട പ്രത്യേക തയ്യാറെടുപ്പുകളിലേക്ക് ഒരുങ്ങിക്കഴിഞ്ഞു എന്ന റിപ്പോർട്ടും വരികയാണ്. ഒരുതരം ഉപരോധം പോലെ മറ്റാർക്കും സിറ്റിയിലേക്ക് കടന്നു വരാൻ പറ്റാത്ത വിധം ബന്ദ് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇസ്ലാമാബാദ് ഇക്കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതെന്നും പുതിയ റിപ്പോർട്ട് സൂചിപ്പിക്കുമ്പോൾ ഈ മാസം 22-ാം തീയതി വരെയാണ് ഈ നിലവിൽ പ്രഖ്യാപിച്ചിരിക്കുന്ന വെടിനിർത്തൽ കാലാവധി ഉള്ളതെന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ഈ വരുന്ന ചൊവ്വ ചർച്ചയിൽ തീരുമാനമുണ്ടായില്ലെങ്കിൽ ബുധനാഴ്ചയ്ക്ക് ശേഷം കാര്യങ്ങൾ വഷളാകും. അതിൻ്റെ ഒരു സൂചന കൂടി ട്രംപ് ഇന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങൾ ശരിയായില്ല എന്നുണ്ടെങ്കിൽ ഇറാൻ്റെ എനർജി സൈറ്റുകളിലേക്ക് ആക്രമണം ശക്തമാക്കും. ആ ഭീഷണി ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ്. ഇടയ്ക്കിടെ പൊന്തി വരുന്ന കടുത്ത ആവേശം തണുപ്പിക്കാൻ വേണ്ടി കൂടെ നിൽക്കുന്ന പലരും ട്രംപിന് ഉപദേശം കൊടുക്കുന്നുണ്ട് എന്നത് വാർത്തകളിൽ നിന്ന് വ്യക്തമാണ്. കാരണം US എനർജി സെക്രട്ടറി ക്രിസ് റൈറ്റ് സജീവമായിട്ട് വന്ന് പറയുന്നു, സാധ്യമായതെല്ലാം ട്രംപ് സാർ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള എല്ലാ നടപടികളിലേക്കും തിരിയും എന്ന് തന്നെ പറഞ്ഞു. അതിന് കാരണം 2027 വരെ അമേരിക്കയിൽ 1 ഗാലൻ ഗ്യാസിന് $3 താഴെയായി വരുന്ന കാര്യം സങ്കല്പിക്കാൻ പോലും പറ്റില്ല എന്നാണ് ക്രിസ് റൈറ്റ് പറയുന്നത്. അവരുടെ പ്രശ്നം ഗ്യാസിൻ്റേതാണ്, വിലയുടേതാണ്. എന്നാൽ വീണ്ടും ചർച്ച നടക്കുന്നു എന്നുള്ള അറിയിപ്പ് വരാൻ തുടങ്ങിയ സമയം തന്നെ അന്താരാഷ്ട്ര എണ്ണ മാർക്കറ്റിൽ വിലക്കുറവ് പ്രകടമാവുന്നു എന്ന കാര്യം കൂടി നമ്മൾ നല്ലൊരു സൂചനയായിട്ട് മനസ്സിലാക്കണം. 100, 110, 115 ഒക്കെ ഒരു ബാരലിന് ഡോളർ എണ്ണ പോയ സാഹചര്യത്തിൽ ഇപ്പോഴിതാ 90-ലേക്ക് തിരിച്ചു വരുന്ന രംഗമാണ് ഇന്ന് നമ്മൾ കാണുന്നത്. ഇന്നൊരു സർവേ ഫലം പുറത്തു വന്നു. ട്രംപിൻ്റെ ജനപ്രീതി സംബന്ധിച്ച് കഴിഞ്ഞ വർഷം 2025 നടത്തിയ സർവേയിൽ ശരാശരി 40% ആളുകൾ ഇദ്ദേഹം ഭരിക്കാൻ കൊള്ളാവുന്ന ഒരാളാണ് എന്ന് പറഞ്ഞു. 60% ഇദ്ദേഹത്തെ കൊണ്ടൊരു കാര്യവുമില്ല എന്നും പറഞ്ഞിരുന്നു. ഈ ജനപ്രീതി 40% നിൽക്കുന്നതെന്ന് പറയുന്നത് തന്നെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനകരമായൊരു കാര്യമായിരുന്നു. എന്നാൽ ഈ വർഷത്തിന് തുടക്കത്തിൽ വന്ന സർവേ ഈ അമേരിക്കയിലെ മുതിർന്ന ആളുകൾ നടത്തുന്ന ഒരു സർവേയാണ്. അതിൽ 38% കുറഞ്ഞിരുന്നു. കഴിഞ്ഞ 15 ദിവസത്തെ സർവേയാണ് ഇന്ന് റിസൾട്ട് വന്നിരിക്കുന്നത്. അതിൽ 37% കുറഞ്ഞിട്ടുണ്ട് ജനപ്രീതി എന്നാണ് പറയുന്നത്. യുദ്ധത്തെ ചുറ്റിപ്പറ്റിയുള്ള 2 രാജ്യങ്ങളുടെ നിലപാട് കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. അതിനു മുമ്പ് UAE മിനിസ്ട്രി ഓഫ് എക്കോണമിയും ടൂറിസവും ചേരുന്ന MOET കൊണ്ടുവന്നിരിക്കുന്ന ഒരു പുതിയ ആശയം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഏതൊക്കെ ഔട്ട്ലെറ്റുകളിൽ ഏതൊക്കെ സാധനങ്ങൾ, പ്രത്യേകിച്ച് എസൻഷ്യൽ ഗുഡ്സ് എന്ന കാറ്റഗറിയിൽ വരുന്ന നമുക്കൊരു വീട്ടിൽ അത്യാവശ്യം വേണ്ട 30-ലധികം ഐറ്റംസ് ഉണ്ട്. അതിൽ അരിയും പഞ്ചസാരയും ഗോതമ്പും സാധാരണ പഴം പച്ചക്കറികളും ഒക്കെ വരുന്നുണ്ടാവും. പാലുൽപ്പന്നങ്ങൾ, മുട്ടയുണ്ടാവും, ഫിഷും അതുപോലെ ഇറച്ചി വർഗ്ഗങ്ങളൊക്കെ ഉണ്ടാവും. ഇങ്ങനെയുള്ള ധാന്യങ്ങൾ എല്ലാം ചേരുന്ന ഒരു 33 ഐറ്റംസ്. അതിൻ്റെ വില വർദ്ധിപ്പിക്കാൻ പാടില്ല എന്ന് ഗവൺമെൻറ് മുമ്പേ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ MOET.gov.ae ഈ സൈറ്റിൽ പോയാൽ എസൻഷ്യൽ ഗുഡ്സിൻ്റെ വില നിലവാരം, വിവിധ ഔട്ട്ലെറ്റുകളിലെ വില നിലവാരം താരതമ്യം ചെയ്യാൻ നമുക്ക് തന്നെ അവസരം നൽകും. ഏത് ഔട്ട്ലെറ്റിൽ ഈ സാധനങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ വില, ഏറ്റവും കൂടിയ വില, ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഈ സംവിധാനം വെച്ചുകൊണ്ട് ഏതെങ്കിലും ഔട്ട്ലെറ്റുകൾ അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും സ്ഥിരമായി വില ഈ സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ട് വർദ്ധിപ്പിക്കുന്നെങ്കിൽ അത് ആളുകൾക്ക് മനസ്സിലാക്കാനും അതുവഴി ഗവൺമെൻറ് നടപടിയെടുക്കാനും ഉള്ള സാഹചര്യം ഒരുങ്ങുകയാണ്. വളരെ സമഗ്രമായ
ഒരു വില നിലവാര പട്ടികയായി താരതമ്യ പഠനമായി അത് മാറുകയാണ്. ആർക്കും MOETയുടെ വെബ്സൈറ്റ് സന്ദർശിക്കാം. അതുപോലെ അറിയേണ്ട ഒരു കാര്യം, ഇത്രയും നാൾ നമ്മൾ വർക്ക് ഫ്രം ഹോം എന്ന് ഈ കോവിഡ് കാലഘട്ടത്തിൽ കേട്ടതാണല്ലോ. ഇപ്പോൾ യുദ്ധത്തിൻ്റെ സാഹചര്യം വന്നപ്പോഴും ഒരുപാട് ആളുകൾക്ക് വീട്ടിലിരുന്ന് വർക്ക് ചെയ്യേണ്ടി വന്നു. ഇനിയിപ്പോൾ ദുബായ് കൊണ്ടുവരുന്നൊരു പുതുമ, അടുത്ത മാസം മുതൽ ചില പാർക്കുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വർക്ക് ഫ്രം പാർക്ക്, പൊതു പാർക്കുകളിൽ പോയിരുന്നു നല്ല തുറന്ന അന്തരീക്ഷത്തിൽ പ്രകൃതിയുടെ ലാസ്യത്തിൽ ലയിച്ചുകൊണ്ട് നിൽക്കാവുന്ന, അവിടെ ഇരുന്ന് ജോലി ചെയ്യാവുന്ന ഒരു അന്തരീക്ഷം ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ് ദുബായ്. മെയ് മാസത്തിൽ ടെസ്റ്റ് അടിസ്ഥാനത്തിൽ അൽബർഷ പോണ്ട് പാർക്കിലാണ് ഇങ്ങനെ ഒരു സാഹചര്യം കൊണ്ടുവരുന്നതെന്നും ദുബായ് മുനിസിപ്പാലിറ്റി അറിയിച്ചിരിക്കുകയാണ്. അതുപോലെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഏപ്രിൽ 20 നാളെ തിങ്കളാഴ്ച, കുറേ നാളുകൾക്ക് ശേഷം, 1.5 മാസത്തിന് ശേഷം സ്കൂളുകൾ തുറക്കുമ്പോൾ, പ്രത്യേകിച്ച് സ്കൂൾ ബസ്സുകൾക്കും സഞ്ചരിക്കാനുള്ള അവസരം നാളെ മുതൽ കൊടുക്കുമ്പോൾ, ട്രാഫിക് നാളെ രാവിലെ തന്നെ ഗംഭീരമായിരിക്കുമെന്ന് മനസ്സിലാക്കിയിട്ട് മറ്റുള്ള ആളുകൾ ഓഫീസുകളിലേക്ക് പോകുന്നതോ സ്കൂളുകളിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുന്ന സംവിധാനം സ്വന്തമായിട്ട് പാരൻസ് കൊണ്ടുപോകുന്ന രീതിയോ അവരൊക്കെ ഉണ്ടെങ്കിലൊന്ന് ക്രമീകരിക്കണം, മനസ്സിലാക്കിയിരിക്കണം. നല്ല തിരക്കായിരിക്കും. കുറേ നാളിനു ശേഷം റോഡുകളിൽ നല്ല തിരക്ക് വരുന്ന ദിവസമാണ് തിങ്കളാഴ്ച, ഈ തിങ്കളാഴ്ച എന്നതൊക്കെ മനസ്സിലാക്കണം. നേരത്തെ പറഞ്ഞൊരു കാര്യം, ഈ ഉക്രൈൻ അമേരിക്കയുടെ സഖ്യകക്ഷി എന്നതുപോലെ നിൽക്കുകയാണല്ലോ റഷ്യക്കെതിരെ. ഇപ്പോൾ ഉക്രൈൻ ചെറുതായിട്ടൊന്ന് അമേരിക്കയുമായിട്ട് തെറ്റിയിട്ടുണ്ട്. ആദ്യം റഷ്യയുടെ എണ്ണ 1 മാസത്തേക്ക് വിൽക്കാൻ ഒരു ബ്ലാങ്കറ്റ് അധികാരം കൊടുത്തു, ഉപരോധമൊക്കെ മാറ്റി കൊടുത്തു. ആഗോളാടിസ്ഥാനത്തിൽ എണ്ണ വില കയറുമ്പോൾ റഷ്യയുടെ എണ്ണ എല്ലാവരും ഉപയോഗിച്ചോട്ടെ, പ്രത്യേകിച്ച് യൂറോപ്പ് വാങ്ങിക്കോട്ടെ എന്ന് പറഞ്ഞ് 1 മാസം കഴിഞ്ഞിട്ട് ട്രംപ് വീണ്ടും പറഞ്ഞു കുറച്ചു കാലം കൂടി നീട്ടിക്കോട്ടെ. റഷ്യയുടെ എണ്ണ വിൽക്കുന്ന അല്ലെങ്കിൽ അതിനുണ്ടായിരുന്ന ഉപരോധം തൽക്കാലം മാറ്റിയത് കുറച്ചുകൂടി നീട്ടിക്കൊടുത്തുകൊണ്ടാണ് ഇപ്പോൾ സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഉക്രൈൻ അമേരിക്കയെ കുറ്റപ്പെടുത്തിയിരിക്കുകയാണ്. ഇങ്ങനെ ചെയ്യുന്ന ഓരോ ഉപരോധം മാറ്റലും ഉക്രൈനുമേലുള്ള ആക്രമണമായി റഷ്യ മാറ്റിക്കൊണ്ടിരിക്കുന്നു, അതിനുള്ള ധന സമാഹരണ മാർഗമായി മാറ്റിക്കൊണ്ടിരിക്കുന്നു എന്നത് അമേരിക്ക മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉക്രൈൻ കുറ്റപ്പെടുത്തുന്നത്. ഇസ്രയേലും ലബനോനും തമ്മിൽ വെടിനിർത്തൽ കരാറൊക്കെ പ്രാബല്യത്തിൽ വന്നെങ്കിലും ലബനോനിലെ മനുഷ്യാവകാശ പ്രവർത്തകരെ വരെ ആക്രമിക്കുന്ന തരത്തിൽ ഇസ്രയേൽ കടന്നുകയറ്റം നടത്തി വെടിനിർത്തൽ കരാർ ലംഘനം നടത്തിയെന്ന ആരോപണമൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സ്പെയിൻ്റെ പ്രധാനമന്ത്രി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിനെ പേരെടുത്ത് പറഞ്ഞ് വിമർശിച്ചുകൊണ്ട് എല്ലാ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളും ഇപ്പോൾ ചെയ്യേണ്ടത് ഏതെങ്കിലും തരത്തിലുള്ളൊരു ബന്ധം, സഹകരണം ഇസ്രയേലുമായിട്ടുണ്ടെങ്കിൽ ആ കരാറുകളൊക്കെ തൽക്കാലം അവസാനിപ്പിക്കണം എന്നൊരു അഭ്യർത്ഥന സ്പെയിൻ്റെ പ്രധാനമന്ത്രി മുന്നോട്ട് വച്ചിരിക്കുകയാണ്. പെഡ്രോ സാഞ്ചസ്, ഈ പെഡ്രോ സാഞ്ചസിൻ്റെ ധീരമായ പ്രവർത്തനങ്ങൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വലിയ വാർത്തയായി എപ്പോഴും വരുന്നതാണ്. അതേ പെഡ്രോയാണ് ഇപ്പോഴത്തെ നെതന്യാഹുവിനെ കടന്നാക്രമിച്ചുകൊണ്ട് യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളോട് ഇങ്ങനെയൊരു അഭ്യർത്ഥന നടത്തിയിരിക്കുന്നത്. Night updates supported by Hashim Hypermarket, Kalyan Jewellers, Lulu, Arin Bakers, eLessons.net, Fira Foods, Dhanvantari Ayurveda, Al-Sud Cargo, Gold Star Rent-A-Car, Dr. Rasina's Ayurvedic Clinic, I'm Golden Diamonds, Choco World, Vintage Lux Real Estate, Partha Signature, Abu Shagara, Sharjah.